ഗുഡ് മോർണിംഗ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പാൻറ്റിൻ്റെ കട്ട് ചെയ്ത വീഡിയോ ഇട്ടായിരുന്നു. ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ. അപ്പോൾ പാൻറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാലിൻ്റെ ഭാഗം മാറ്റി വെക്കാം. ബാൻഡ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുണി തികഞ്ഞില്ല, ഇങ്ങനെയുള്ളൊരു പീസാണ് കിട്ടിയെങ്കിൽ 4 പീസും കൂടെ കിട്ടിയെങ്കിൽ നമുക്ക് ബാൻഡ് പീസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. ബാൻഡ് പീസ് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ കട്ട് ചെയ്ത് വന്നപ്പോൾ കാലിൻ്റെ ആ ഷേപ്പ് ഭാഗത്തെ ആ പീസാണിത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ നല്ല വശം നോക്കിയിട്ട് ഇങ്ങനെ വെക്കണം, നല്ല വശം. അപ്പം വേറൊരു ഭാഗത്തിൻ്റെ നല്ല വശം അടിയിൽ വരണം കേട്ടോ. 4 പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 4 പീസിൻ്റെ നല്ല വശം നോക്കിയിട്ട് നല്ല വശം നമ്മൾ തയ്ച്ച് വരുമ്പോൾ മുകളിൽ വരുന്ന രീതിയിലിടണം. അപ്പം ഇവിടെ നമുക്ക് കുറവുള്ള സൈഡല്ലേ, ഇവിടെ നമുക്ക് വീതി ഉള്ള സൈഡാണ്. അപ്പോൾ ഈ കുറവുള്ളതിന് സൈഡിലോട്ട് വീതിയുള്ള ഭാഗം വെക്കണം, കുറവുള്ള സൈഡിലോട്ട് വീതിയുള്ള ഭാഗം വെക്കണം. എന്നിട്ട് ജോയിൻ ചെയ്യണം. ജോയിൻ്റ് ചെയ്ത് പതിച്ചടിച്ചെടുക്കണം. ലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്തെടുക്കാം കേട്ടോ. നൂല് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് അടുത്ത ഭാഗം കൂടെ കട്ട് ചെയ്യാം. നൂല് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് അടുത്ത ഭാഗം, ഇപ്പോൾ ഇവിടെ വീതിയുള്ള ഭാഗം, ഇവിടെ വീതി കുറഞ്ഞ ഭാഗം, ഈ വീതിയുള്ള ഭാഗത്തോട്ട് വീതി കുറഞ്ഞ ഭാഗം വെക്കണം. കണ്ടാ, അപ്പോൾ നമുക്ക് ഒറ്റ തുമ്പിൽ നമുക്ക് ഇവിടെ ഒരേ സ്ക്വയർ ആകൃതിയിൽ നമുക്കൊരു പീസ് കിട്ടി. പാൻറ്റ് പീസ് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അവനെ ഒന്ന് പതിച്ചടിക്കുക. പ്രസ്സിങ് അടിയും കൂടെ കൊടുത്താൽ സെറ്റായിട്ടിരുന്നോളൂ. ലോക്കും ചെയ്യാം കേട്ടോ. ലോക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്യാം. ഇതിനെ ഒരു പ്രസ്സിങ് അടിയും കൂടെ കൊടുത്തിട്ട് എപ്പോഴും ആ തുണിയുടെ കളറ് നൂലെടുക്കണം കേട്ടോ. മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ആ അടിക്കുന്ന ഭാഗത്തോട് വേണം ഈ തയ്യൽ തുമ്പ് വരാൻ. നമ്മൾ ജോയിൻ ചെയ്ത തയ്യൽ തുമ്പ് വരേണ്ടത് പതിച്ചടിക്കുന്ന ആ ഭാഗത്തോട്ട് വരണം കേട്ടോ. വേണ്ട, ഇത് കഴിഞ്ഞിട്ട് ഈ പീസും കൂടെ നമുക്ക് അത് ചെയ്തെടുക്കും. നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാൻഡ് പീസിൻ്റെ നീളം വേണ്ടത് 7 ഇഞ്ച്, വീതി വണ്ണം വേണ്ടത് ഒരു സൈഡിൽ 22 വേണ്ടത്. അപ്പം ബാക്കും ഫ്രണ്ടും കൂടെ ആകുമ്പോൾ 44 വേണം. അപ്പം നമ്മൾ ഇതിങ്ങനെ ഇടുക, 2 പീസും ചേർത്ത് ഇങ്ങനെ വെക്കുക. നമുക്ക് വേണ്ടുന്ന മെഷർമെൻറ്റ് കട്ട് ചെയ്യണം. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം
ഇനി അങ്ങ് 4ആയിട്ട് മടക്കാം. അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടാവും. നമുക്ക് എത്രയാണ് വേണ്ടത്? 7 ഇഞ്ച് നീളം, 7 ഇഞ്ച് വേണം. 2 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം. എന്തിനാ? നമുക്ക് വള്ളി ഇടാനായിട്ടും സൈഡ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ അരേഞ്ച് പോകും. അപ്പോൾ 2 ഇഞ്ച് കൂടെ 7 2 9 ഇഞ്ച്. 9 ഇഞ്ച് നീളത്തിൽ വേണ്ടത് എത്ര? 12 അല്ലേ? അപ്പോൾ 12 ഇഞ്ചും അരേഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ 12. അപ്പോൾ അത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ വരച്ച് വരുമ്പോൾ എല്ലാ സൈഡും കറക്റ്റാണെന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമുക്കിതിന് ഒരു വള്ളി കൂടെ കൊടുക്കണം. എലാസ്റ്റിക്കാ വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് വള്ളി കൊടുക്കണം. എനിക്ക് വെട്ടി വരുന്ന ഭാഗത്തുനിന്ന് 1 ഇഞ്ചോ 1.25 ഇഞ്ച് കട്ട് ചെയ്താൽ മതി. അറിയാൻ വയ്യാത്തൊരു നോക്കിക്കോ കേട്ടോ. വീതി 1.25 ഇഞ്ച് മതി. 1 ഇഞ്ചായാലും നല്ലോണം തയ്ക്കാം. അപ്പം അതിൽ നിന്ന് നമുക്ക് ബാക്കി വള്ളിക്കും കിട്ടി അല്ലേ. ആദ്യം നമുക്ക് ചെറിയ പീസ് എടുത്ത് ജോയിൻ ചെയ്ത് വള്ളി അങ്ങ് തയ്ക്കാം. വള്ളി ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തയ്യൽ വിടാതിരിക്കാൻ വേണ്ടി ഒരു കെട്ടിട്ടൊക്കെ അടിച്ചാൽ പെട്ടെന്ന് തയ്ക്കാൻ പറ്റും കേട്ടോ. നൂലിച്ചിരി നീട്ടിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും സൂചിയിൽ നിന്ന് നൂല് പോകും. ഓക്കെ. വള്ളി നമ്മൾ തയ്ച്ച് കഴിഞ്ഞു, അത് മാറ്റി വെക്കാം. ബാൻഡ് പീസ് നമുക്ക് ജോയിൻ ചെയ്യാം. നല്ല വശങ്ങൾ അങ്ങനെ ചേർത്ത് വെച്ചിട്ട് അറിയാൻ വയ്യാത്തവർ നോക്കി പഠിക്കുക കേട്ടോ. അറിയാവുന്നവർ സ്ലിപ്പ് ചെയ്ത് പോവാം. ഞാൻ ഈ ജോയിൻ ചെയ്ത ഭാഗത്ത് ഒരു ലോക്കും കൂടെ ചെയ്യും കേട്ടോ. ലോക്കില്ലാത്തവർ അതനുസരിച്ച് സ്റ്റിച്ച് മറവ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഒരു സൈഡ് അടിച്ചു സെറ്റാക്കി
ഒരു 1 ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പിടണം. 1 ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പിട്ടിട്ട് കെട്ടിട്ടടിക്കുക. ഇത് ഫ്രണ്ട് ഭാഗത്ത് വരണം. എന്നിട്ട് നമ്മൾ 2 ഇഞ്ചല്ലേ ഇവിടെ എടുത്തേക്കുന്നത് മൊത്തത്തിൽ. അവിടെ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ കെട്ടിട്ട് ആ തയ്ച്ച് വന്നതിൻ്റെ മേലെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അല്ല, എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ തയ്യൽ തുമ്പിനെ ഓപ്പൺ ആക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ നമ്മൾ ഇതേപോലെ കണ്ടില്ലേ, വീഡിയോ കാണുന്ന പോലെ മടക്കി അടിക്കുക. ചെയ്തതുപോലെ തന്നെ സൂചി കുത്തി നിർത്തി ഇപ്പുറത്ത് വരണം. എന്നിട്ട് ഇവിടെ മടക്കി കൊടുത്ത് ഇപ്പുറത്തെ സൈഡും അതേപോലെ മടക്കി അടിക്കുക. സൂചി കുത്തി തുണിയിൽ നിർത്തിയതിന് ശേഷം താഴോട്ട് അടിച്ചു തരിക. നമുക്ക് ലെവൽ ചെയ്ത് മാറ്റാം. നമുക്ക് വള്ളി ഇടാനുള്ള ഓപ്പണാക്കി എടുത്താണത്. കണ്ടോ, വള്ളി ഇടാനുള്ള ഓപ്പണാക്കി എടുക്കും. ഇനി നമ്മൾ തയ്ച്ച് വെച്ച വള്ളി പിന്നെ തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഇടാം. ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഒരു തുമ്പ് ഇങ്ങനെ പുറത്തോട്ട് എടുത്തതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ചല്ലേ എടുത്തത്. ആ 1.5 ഇഞ്ച് 2 ഇഞ്ച് എടുത്ത് 1/2 ഇഞ്ച് താഴോട്ട് പോവും. താഴോട്ട് ജോയിൻ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഇതിനൊക്കെ മടക്കുമ്പോൾ ആ ജോയിൻറ്റും ആ തയ്യത്തുമ്പോൾ എല്ലാം കറക്റ്റ് വരണം കേട്ടോ. അതൊരു ഭംഗിയാണ്. നമ്മൾ തയ്ച്ച് നോക്കുമ്പോൾ തയ്ച്ച തുണി എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ നോക്കും കസ്റ്റമർ. അതുപോലെ നമുക്ക് തന്നെ തയ്ച്ചു കൊടുക്കുമ്പോൾ ഒരു തൃപ്തിയാണ്. നമ്മുടെ തയ്യൽ നീറ്റായിട്ടിരിക്കണം കേട്ടോ. 1.5 ഇഞ്ച് മടക്കിയത് ആ 1.5 ഇഞ്ച് വീതിയിൽ തന്നെ കടി വീതി അല്ലെങ്കിൽ വള്ളി ഇടാനുള്ള വീതിക്ക് അടിച്ചു പോവാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ വന്നല്ലോ, ആ ഒരു വള്ളിയല്ലേ നമ്മൾ പുറത്തോട്ട് എടുത്തോളൂ. അപ്പം നെക്സ്റ്റ് വള്ളിയും കൂടെ തുമ്പും കൂടെ പുറത്തോട്ട് എടുക്കും. ഇവിടെ നമ്മുടെ തയ്ച്ച് എടുക്കുന്നതിന് മുന്നേ തന്നെ ആ ഹോളിൽ കൂടെ ഉണ്ട് നമ്മളിവിടം വരെ തയ്ച്ച് കൊണ്ടുവന്നു ഉണ്ടോ. ഇനി നമുക്കിവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിൽ കൂടെ പുറത്തെടുക്കണം. എന്നിട്ട് നമുക്കത് അടിക്കുക. നൂല് കട്ട് ചെയ്യുക.
അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വള്ളി ഇവിടെ കിടക്കും, അത് രണ്ടും ഒരേ ലെവലാക്കണം. ഇതൊക്കെ നമ്മൾ തയ്യൽ പഠിക്കുമ്പം ചെയ്യുന്ന കാര്യങ്ങളാണ്, പുതിയതായിട്ടൊക്കെ പഠിപ്പിക്കുമ്പം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. അറിയാവുന്നവർ സ്ലിപ്പ് ചെയ്ത് പോവുക, പുതിയതായിട്ടൊക്കെ പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ 2 വള്ളി കറക്റ്റ് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇവിടെ നമ്മൾ ഈ വള്ളി പുറത്ത് ഊരി പോകാതിരിക്കാൻ വേണ്ടി ഈ സെൻറ്ററിലൊരു സ്റ്റിച്ച് കൊടുക്കുക വള്ളി കേട്ടോ. അപ്പം നമുക്ക് വള്ളി ഊരിപ്പോവില്ല, ബാൻഡ് പീസിൽ നിന്ന് വള്ളി ഊരിപ്പോവില്ല. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാൻറ് പീസ് എടുക്കാം. പാൻറ് പീസ് എടുത്തിട്ട്, അതായത് കാലിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ നമുക്ക് ഈ ക്രോച്ചിൻ്റെ ഭാഗത്ത് തയ്യത്തുമ്പോൾ വന്ന് കയറി ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഈ വരുന്ന തയ്യൽ ഇവിടം വരെ ആവണം, അല്ലെങ്കിൽ ഒരു ഭാഗം കൂടിയും കുറഞ്ഞും പോകും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കാല് മടക്കി 2.5 ഇഞ്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടം വരെ മടക്കി കൊടുക്കുക, അവിടെ ഒരു കട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് മടക്കിപ്പോകാം, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൂടിയും കുറഞ്ഞും പോകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ കാലിൻ്റെ ഭാഗം നമുക്ക് കട്ടി വേണമല്ലോ, അതിന് ക്യാൻവാസ് എടുക്കുക. ക്യാൻവാസ് കുറച്ച് നീളത്തിൽ എടുത്തിട്ട് ഒരു 1.5 ഇഞ്ച് വീതിയിൽ, എത്ര വീതി മടക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ട് അത്രയും വീതിയിൽ ഒരു ക്യാൻവാസ് കട്ട് ചെയ്ത്, പേപ്പർ ക്യാൻവാസ് മതി, അല്ലെങ്കിൽ കട്ടിക്കുള്ള തുണി കൊടുത്താലും മതി. രണ്ട് കാലിനും കൂടെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ തുണി കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമ്മളിത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ സമയം വേസ്റ്റാവും. മറന്നുപോയി. അപ്പോൾ ഒരു പാല് ഞാൻ മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ വെക്കാം. നല്ല വശം പുറത്തേക്കണം കേട്ടോ, ചീത്ത വശത്തോട്ട് വേണം മടക്കാൻ. ഇങ്ങനെ. അപ്പം നിങ്ങൾ കട്ട് ചെയ്ത ഭാഗത്തോട്ട് ഇത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു മടക്ക് കൊടുക്കി ഒരു സ്റ്റിച്ച് കൊടുത്താലും കുഴപ്പമില്ല. അതല്ല, ഇങ്ങനെ മടക്കി നേരെ ഒരു മടക്ക്, ഒരടി ഒഴിവാക്കും. ലെവലാവാത്തവർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെയ്യും. ഈ ജോയിൻ്റ് വരുന്നിടത്ത് വേണം ഈ മടക്ക് കൊടുക്കാൻ കണ്ടോ. അപ്പം നമുക്ക് ഏറ്റക്കുറവ് വരത്തില്ല, സൈഡുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഏറ്റക്കുറവ് വരില്ല. ഇതുപോലെ തന്നെ മറ്റേ കാലം കൂടെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒരു കാലം കാണിച്ചു തരാം, അതേപോലെ തന്നെ മറ്റേ കാലം ചെയ്യണം. അത് ചെയ്തതിന് ശേഷം നമ്മൾ പുറമെ ഒരടിയിലേ കൊടുത്തോളൂ, ഇതിൻ്റെ എൻഡിൽ കൂടെ ഒരടി കൊടുക്കുക. ഇനി നമുക്കിവിടെ ഡിസൈൻ കൊടുക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഷേപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ നേരെ അടിക്കാം. ഞാനൊരു ഡിസൈനായിട്ട് കൊടുക്കാം. ഇതൊന്ന് തുടങ്ങി ഇങ്ങോട്ട് വന്നു ഒരു എസ് പോലെ ഇങ്ങോട്ട് താഴോട്ടും മുകളിലോട്ടും. അതുപോലെ തന്നെ ഇവിടെ നിന്നല്ലേ നമ്മൾ തുടങ്ങി, ഇനി ഇവിടെ നിന്ന് തുടങ്ങാം.
ഇതുപോലെ തന്നെ മറ്റേ കാല് ഭാഗം കൂടെ ചെയ്ത് മറ്റേ പീസ് കൂടെ ഇതേപോലെ ചെയ്ത് ഉണ്ടോ. ഇതേപോലെ ഒരു ഡിസൈൻ കിട്ടും. ഇതുപോലെ തന്നെ മറ്റേ പാൻറ്റിൻ്റെ 2 കാല് ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. 2 ഭാഗവും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നല്ല വശം ഇത് എന്നിട്ട് സീറ്റ് ഭാഗം ഉണ്ട്. ക്രോച്ച് ലെന്തിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ നോട്ടിലോട്ട് ക്രോച്ച് ലെന്ത് ഈ സൈഡ് വെച്ച് ജോയിൻ ചെയ്തെടുക്കുക. ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് തയ്യൽ തുമ്പ് വെച്ച് മടക്കി ഇങ്ങനെ ജോയിൻ ചെയ്യുക. ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ തയ്യൽ തുമ്പിനെ കവർ ചെയ്യുക. നമ്മുടെ ഇതെല്ലാം സീറ്റ് ഭാഗമാണല്ലോ, ഇരിക്കുന്ന ഭാഗം. അപ്പോൾ നമുക്ക് തയ്യൽ പൊട്ടിപ്പോകും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഭാഗം അതേപോലെ ചെയ്യണം. ക്രോച്ച് ലെന്ത് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, കറക്റ്റാക്കിയതിന് ശേഷം ഇതേപോലെ കുട്ടി കുറഞ്ഞ് ഇങ്ങനെ മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കുമ്പോൾ അത് എഴുതുമ്പോൾ കവർ ചെയ്തു. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമ്മൾ അത് കഴിഞ്ഞു, 2 ഭാഗവും ജോയിൻ ചെയ്തു. ഇനി നമ്മൾ കാല് ഭാഗം എടുത്തിട്ട് കാലിൻ്റെ ഈ ഭാഗം എടുത്തതിന് ശേഷം നമ്മുടെ ഇവിടം വരെ എത്ര ഇഞ്ച് തയ്യൽ തുമ്പാട്ടേക്കുന്നത്? 1/4 റൗണ്ട് 7 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ 7 ഇഞ്ചിൽ നിന്ന് ആ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമുക്ക് അടിച്ചു കൊടുക്കും. ഈ സെൻറ്റർ ഭാഗവും കറക്റ്റ് കൊടുക്കും കേട്ടോ. കറക്റ്റ് വെച്ചതിന് ശേഷം കൂടിയും കുറഞ്ഞും പോകരുത്. ആ സെൻറ്റർ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ജോയിൻ ചെയ്ത് വരുമ്പോൾ മുന്നോട്ട് വരുമ്പോൾ തയ്യൽ തുമ്പ് കുറയ്ക്കണം. നമ്മൾ താഴെ 1.5 ഇഞ്ച് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ 1.25 1 എത്രയായാലും അതെടുത്തിട്ട് മുകളിൽ വരുമ്പം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലോട്ട് കാണാവും. അല്ലെങ്കിൽ അവിടെ നമുക്കൊരു പിടുത്തം വരും. ആ ലെവലിൽ വന്നാൽ ആ തയ്യൽ തുമ്പ് കറക്റ്റാക്കിയതിന് ശേഷം ആ ജോയിൻ്റ് തയ്യൽ കാണുന്നുണ്ട്. ഈ ജോയിൻ്റ് തമ്മിൽ കറക്റ്റാക്കിയതിന് ശേഷം അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഒറ്റ സ്പീഡിൽ ഞാൻ പോരരുത്, അവിടെ ഒരു കെട്ടിട്ട് കൊടുത്ത് അപ്പോൾ അവിടെ അഴിയാതിരിക്കും. നമ്മൾ ഈ സൈഡിലെടുത്ത തയ്യൽ തുമ്പിനനുസരിച്ച് താഴോട്ട് അടിച്ചു പോരുക.
7 ഇഞ്ചല്ലേ നമ്മൾ, അല്ലെങ്കിൽ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടാൽ മതി നിങ്ങൾ തയ്ക്കുമ്പോൾ കേട്ടോ. ഞാനൊരു ലൈൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 1.5 ഇഞ്ച് നമ്മളെല്ലാം എത്ര തയ്ക്കുമ്പോഴെന്ന് വെച്ചാൽ അതേപോലെ വരയ്ക്ക് പോകണം. കെട്ടിട്ട് നിർത്തുക, വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. നമ്മളത് ചെയ്തെടുത്തു. പാൻറ്റ് 2 സ്റ്റിച്ച് ചെയ്തു കണ്ടോ. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ സെൻറ്റർ കറക്റ്റ് ആയിരിക്കണം. ഇവിടെ നിന്നുള്ള തയ്യലും ഇവിടെ നിന്നുള്ള തയ്യലും ഇങ്ങനെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഞൂറ് വിട്ട് കൊടുക്കാം. ഞൂറ് വിട്ട് കൊടുക്കുമ്പോൾ സെൻറ്ററിൽ കൊടുക്കാം, സൈഡിൽ കൊടുക്കാം. ഇതിൽ ഞാൻ സൈഡിൽ കൊടുക്കുന്നു. നമ്മൾ 24 നമ്മുടെ വണ്ണം വന്നേക്കുന്നത് ഒരു സൈഡ്. അപ്പോൾ ഒരു സൈഡ് 12. അപ്പം നമുക്ക് 10 ഇഞ്ച് കൊടുക്കും. ഒരു മാർക്കിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടം വരെ മുറിവിടുക, പ്ലീറ്റ്സ് ഇടുക. 1 ഇഞ്ച് വീതിയിൽ നമ്മൾ 1 ഇഞ്ച് എടുക്കണം. 1/2 ഇഞ്ച് ഉള്ളിലോട്ടാക്കുക, 1/2 ഇഞ്ച് പുറത്തേക്ക്. 1 ഇഞ്ചാകും കേട്ടോ. അതിലും വീതി വേണമെങ്കിൽ അങ്ങനെ മടക്കാം. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ആ ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇപ്പുറത്തെ കാലിൻ്റെ ഭാഗം അതേപോലെ ചെയ്യാം. ഇനി നമ്മൾ കറക്റ്റ് നമ്മൾ ബാൻഡ് പീസ് എടുക്കുക. കൂടുതലും കൂടെ വേണമെങ്കിൽ ഇപ്പോൾ ഇച്ചിരി കൂടെ ചോറ് വേണം കേട്ടോ. ഒത്തിരി ഒരു 2 ചോറും കൂടെ അപ്പുറം അപ്പുറം കൊടുക്കുമ്പോൾ കറക്റ്റാകും. ഈ സൈഡിൽ 2 കൊടുക്കുക. നമ്മൾ ഞൊറ് വിട്ട് വരുമ്പോൾ നമുക്ക് ഹിപ്പ് ഭാഗത്തെ വണ്ണം എത്ര എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം. ജോയിൻ ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഈ ബാൻഡ് പീസും ഇതും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ സൈഡിലൊരു പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അറിയാൻ മേത്തോട് ഞാനൊന്നും കൂടെ ഒന്ന് കാണിച്ചത്. അപ്പോൾ അവർക്ക് ചിലർക്ക് അത് മനസ്സിലാവത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഓരോ പ്ലേറ്റ്സ് കൊടുക്കുക. അപ്പം നമുക്ക് കറക്റ്റായിരിക്കും. ഇനി ഇതിൻ്റെ സെൻറ്റർ, ഈ സെൻറ്ററും ഇതുകൂടെ കറക്റ്റ് വെക്കുക. സെൻറ്ററുകൾ തമ്മിൽ കറക്റ്റ് വെച്ചതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്യുക. നമ്മുടെ പാൻറ്റ് തയ്ച്ച് റെഡിയായി. ഇതിൻ്റെ ബാൻഡിൻ്റെ സെൻറ്റർ ഇതാ, കാൽഭാഗത്തെ സെൻറ്റർ ഇത് കറക്റ്റ് വെക്കുക. അപ്പോൾ കൂടുതൽ കുറവുണ്ടെങ്കിൽ ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഇതിനകത്തൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ചെയ്ത് വന്നപ്പോൾ കറക്റ്റാണ്. അപ്പോൾ കുറവ് നിൽക്കുക കൂടുതലായിട്ട് ഈ
കാലിൻ്റെ പാവുണ്ടെങ്കിൽ തയ്ച്ച് വരുമ്പോൾ ജോയിൻ സ്റ്റിച്ച് ഇട്ട് ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കറക്റ്റാക്കിയത് കേട്ടോ. ഒരു പാൻറ് തയ്ക്കുന്ന രീതി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. പുതിയതായിട്ടൊക്കെ തയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്പെടുത്തുക കേട്ടോ. ഓക്കെ. അപ്പോൾ തയ്യൽ അറിയാവുന്നവർ കാണുമ്പോൾ ഇത്തിരി സമയം എടുക്കും. അവർ കാണണ്ടെന്ന് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് കണ്ട് പ്രയോജനമായെങ്കിൽ എന്താ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. ഇങ്ങനെ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം, ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ലോക്ക് ചെയ്തില്ലെങ്കിൽ പതിച്ചടിച്ചെടുക്കണം, പ്രസ്സിങ് അടി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരേ വീതിക്ക് അടിച്ചു പോകണം, പ്രസ്സിങ് അടി കൊടുക്കണം. ഞാൻ ലോക്ക് ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്തിട്ട് വേണമെങ്കിൽ അടിക്കാം. നമ്മുടെ പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞ് ഞൊരുവിട്ട ഭാഗം ഉണ്ടാകും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. പാൻറ്റ് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്തും കഴിഞ്ഞു കേട്ടോ. ഈ സൈഡിൽ വേണം പ്ലേറ്റ്സ് ഇടാൻ. കണ്ടോ, 4 ഭാഗം ഇത് 2 പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ക്രോച്ച് ഭാഗം കറക്റ്റ് തേച്ചെടുത്ത് നമുക്ക് അയൺ ചെയ്യുമ്പോൾ ആ ചുളുക്കെല്ലാം മാറും. ഓക്കെ, ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക.